ഒരു ഘട്ടത്തിലും ബി ജെ പിയുടെ നിയന്ത്രണം ആർ എസ് എസിന് ഏറ്റെടുക്കാൻ കഴിയില്ല. ആർ എസ് എസ് അങ്ങനെ ഒരു ഏതെങ്കിലും മറ്റൊരു സംഘടനയുടെ നിയന്ത്രണം ഏറ്റെടുക്കുന്ന സംഘടനയുമല്ല. തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. കാരണം പാലക്കാട് ജയിക്കുമെന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ആ പ്രതീക്ഷയ്ക്കനുസരിച്ച് പെർഫോം ചെയ്യാൻ ബി ജെ പിക്ക് സാധിച്ചില്ല. പാലക്കാട്ടെ പാർട്ടി പ്രവർത്തകന്മാർക്കും പാർട്ടി ലീഡർഷിപ്പിനും ഒരു അമിത പ്രതീക്ഷ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അന്ന് തന്നെ കൃഷ്ണകുമാർ സ്ഥാനാർത്ഥിയാകരുതെന്ന് അഭിപ്രായപ്പെട്ട കുറേ ആളുകളുണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ഇടിച്ചു കയറി വോട്ടർമാരിൽ സ്വാധീനമുണ്ടാക്കി വോട്ട് വർദ്ധിപ്പിക്കാനുള്ള ഒരു കഴിവ്, ഇൻബോൺ ആയിട്ടുള്ളൊരു ടാലൻ്റ് ഉണ്ട്. ആ ഇൻബോൺ ആയിട്ടുള്ളൊരു ടാലൻ്റുള്ള ആളാണ് ശോഭാ സുരേന്ദ്രൻ. ഒരാൾ സ്വയം ഒരു പാർട്ടിയിൽ നിന്ന് പോകാൻ തീരുമാനിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? സന്ദീപ് വാര്യർ ഒരു ബി ജെ പിയുടെ ഒരു മുതിർന്ന നേതാവൊന്നുമല്ല. സന്ദീപിൻ്റെ അമ്മ മരിച്ചപ്പോൾ ചെത്തനല്ലൂർ സന്ദീപിൻ്റെ വീട്ടിൽ പോയിട്ടുള്ള ഒരാളാണ് ഞാൻ. മണിക്കൂറുകൾ അവിടെ പോയി ചിലവഴിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ മനസ്സിലാക്കിയത് ബി ജെ പിയുടെ മുതിർന്ന പല ആളുകളും പോയിട്ടുണ്ട്. ഹിന്ദുത്വത്തെയാണ് തള്ളി പറഞ്ഞിട്ടുള്ളത്. അതിനേക്കാൾ എന്ത് പറയുന്നത്? ഹിന്ദുത്വത്തെ തള്ളി പറയുക, ജമാഅത്തെ ഇസ്ലാമിയുടെ ഓഫീസ് പോവുക, SDP നേതാക്കന്മാരുടെ തോളിൽ കൈയിടുക. ഇതെങ്ങനെ സാധിക്കും? എനിക്ക് ഇപ്പോഴും അത് ഡൈജസ്റ്റ് ആവുന്നില്ല. കേന്ദ്ര നേതൃത്വം കേരളത്തെക്കുറിച്ച് നല്ല കൺസേൺ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അവർക്കുണ്ട്. കാരണം ഇതുപോലെ തുടർച്ചയായി പരാജയം ഏറ്റുവാങ്ങിയിട്ടും സംഘടനാ സംവിധാനവുമായി മുമ്പോട്ട് പോകുന്ന മറ്റൊരു യൂണിറ്റും ഇന്ത്യയിൽ ബി ജെ പിക്കില്ല, കേരളം പോലെ. AP അബ്ദുള്ളക്കുട്ടി പാർട്ടിയുടെ നാഷണൽ വൈസ് പ്രസിഡന്റ് ആയതുകൊണ്ട് കേരളത്തിന് എന്ത് ഗുണമെന്ന് ചോദിക്കുന്നവരുണ്ടാകും. പക്ഷേ കേരളത്തിന് ഗുണമെന്ന് നോക്കണ്ട. ഉത്തർപ്രദേശിൽ ഗുണമുണ്ടായിട്ടുണ്ട്, ഉണ്ട് മറ്റ് സംസ്ഥാനങ്ങൾക്കുണ്ട്. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശാണ് ദ ക്യൂ അഭിമുഖത്തിൽ. സ്വാഗതം. നമസ്കാരം. നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് BJP ഒരുപക്ഷെ സംഘടനാ തലത്തിൽ ഏറ്റവും വലിയ തിരിച്ചടി എന്ന് വിശ്വസിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ച ശേഷമാണ് പാലക്കാട് തെരഞ്ഞെടുപ്പിലെ തോൽവി. ഒരുപക്ഷെ സുരേഷ് ഗോപിയിലൂടെ BJPക്ക് കേരളത്തിലുണ്ടാക്കിയ ഒരു വിജയം, അതിൻ്റെ തുടർച്ചയാവുന്നൊക്കെ സംഘടനാ തലത്തിൽ വിശ്വസിച്ചിരുന്ന സംഗതിയായിരുന്നു പാലക്കാട് ഉണ്ടായിരുന്നത്. പക്ഷേ പാലക്കാട് വോട്ട് ചോർച്ചയുണ്ടാകുന്നത് പാർട്ടി ഘടകത്തിൽ തന്നെ ചർച്ച ചെയ്യുന്നു. വളരെ സുപ്രധാന നേതാക്കളടക്കം സംഘടനാ തലത്തിലുള്ള അഭിപ്രായ ഭിന്നതകൾ തുറന്നു പറയുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് NDAയുടെ വൈസ് ചെയർമാനായിട്ടുള്ള ആൾ BJPയുടെ കടിഞ്ഞാണില്ലാത്ത കുതിരയായിരിക്കുന്നു, BJPയുടെ നിയന്ത്രണം RSS ഏറ്റെടുക്കുന്നു പറയുന്നു. നമ്മളിത് മുമ്പും കണ്ടിട്ടുണ്ട്. ഒരു സർജിക്കൽ സ്ട്രൈക്കൊക്കെ പോലെ കുമ്മൻ രാജശേഖരനൊക്കെ സംസ്ഥാന അധ്യക്ഷനാകുന്ന ഒരു സംഗതി. അങ്ങനെ ഒരു RSS നിയന്ത്രണം ഏറ്റെടുക്കേണ്ട ഘട്ടത്തിലേക്ക്, അങ്ങനെ ഒരു ദയനീയ സാഹചര്യത്തിലേക്ക് BJP എത്തിയെന്ന് ഈ തെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ കരുതുന്നുണ്ടോ? ഒരു ഘട്ടത്തിലും ബി ജെ പിയുടെ നിയന്ത്രണം RSSന് ഏറ്റെടുക്കാൻ കഴിയില്ല. RSS അങ്ങനെ ഒരു ഏതെങ്കിലും മറ്റൊരു സംഘടനയുടെ നിയന്ത്രണം ഏറ്റെടുക്കുന്ന സംഘടനയുമല്ല. BJP സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന ഒരു ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടിയാണ്. BJPയുടെ സംഘടനാപരമായിട്ടുള്ള തീരുമാനങ്ങളും നിലപാടുകളുമൊക്കെ BJP സ്വയം എടുക്കുകയാണ്. BJPയും RSS തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ അതൊരു ആശയപരമായിട്ടുള്ള ബന്ധമാണ്. ആശയപരമായിട്ടുള്ള ബന്ധത്തിനപ്പുറത്ത് ഒരു ഘട്ടത്തിലും BJP നിയന്ത്രിക്കാൻ RSS ശ്രമിക്കാറുമില്ല, RSSൻ്റെ ശൈലിയുമല്ല. ഇനിയിപ്പോൾ നമ്മുടെ ഒരു ആദർശത്തിൽ നിന്നും ആശയത്തിൽ നിന്നും എവിടെയെങ്കിലും വ്യതിചരിക്കുന്നുണ്ട് എന്ന് തോന്നിയാൽ ഒരുപക്ഷെ കറക്റ്റ് ചെയ്യാനുള്ള ഒരു ശ്രമം ഉണ്ടായേക്കാം. അതല്ലാതെ പാർട്ടിയുടെ ദൈനംദിന പ്രവർത്തനം ഏറ്റെടുക്കുക എന്ന് പറയുന്നതൊക്കെ ഒരു അപ്രസക്തമായിട്ടുള്ള ചോദ്യമാണ്. അങ്ങനെ ഒരു നിലപാട് എവിടെയും രാജ്യത്തെവിടെയും മുതിർന്ന നേതാവ് പറഞ്ഞതിന് അധികരിച്ചാണ് അത് വിഷയം എന്താണെന്ന് പറഞ്ഞാൽ BJPയുടെ ഒരു സംഘടനാപരമായിട്ടുള്ള രീതി, അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ ഇല്ലാത്തതുകൊണ്ടായിരിക്കാം. അങ്ങനെ BJP എന്ന് മാത്രമല്ല, RSSൻ്റെ ആശയത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ധാരാളം സംഘടനകളുണ്ട്. 10-40ഓളം സംഘടനകൾ രാജ്യവ്യാപകമായി പ്രവർത്തിക്കുന്നുണ്ട്. അത് തൊഴിലാളി രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട്, വിദ്യാർത്ഥി രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ആ സംഘടനയിലൊന്നും RSS അതിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുക അങ്ങനൊരു സമീപനം ഇല്ല. കാരണം നമ്മുടെ ഒരു വർക്കിംഗ് സ്റ്റൈലിൽ അത് വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് RSS നിയന്ത്രണം ഏറ്റെടുക്കുക എന്നുള്ളതല്ല. BJPക്കകത്ത് എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ, BJPക്ക് സംഘടനാപരമായിട്ടുള്ള ഏതെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ, BJPയുടെ രാഷ്ട്രീയ നിലപാടിൽ നിന്ന് വിഷയങ്ങളുണ്ടെങ്കിൽ അത് BJPക്കകത്ത് തന്നെ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് എക്കാലത്തും ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ള സമീപനം. അത് ആവശ്യമായി വന്നിട്ടുള്ള സന്ദർഭങ്ങളെല്ലാം സ്വീകരിച്ചിട്ടുമുണ്ട്. പക്ഷേ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് ഞാനതിനൊരു വലിയ തിരിച്ചടിയായിട്ടൊന്നും കാണുന്നില്ല. തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. വലിയ തിരിച്ചടി എന്നൊക്കെ പറയണമെങ്കിൽ നമ്മുടെ കയ്യിലുള്ളൊരു സീറ്റ് നഷ്ടപ്പെട്ടു പോയി, അങ്ങനെ വലിയ
തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. കാരണം പാലക്കാട് ജയിക്കുമെന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ആ പ്രതീക്ഷയ്ക്കനുസരിച്ച് പെർഫോം ചെയ്യാൻ ബി ജെ പിക്ക് സാധിച്ചില്ല. പക്ഷേ പാലക്കാടിനോടൊപ്പം തിരഞ്ഞെടുപ്പ് നടന്ന മറ്റു 2 സ്ഥലങ്ങളുണ്ട്. ചേലക്കരയും വയനാടും ഉപതിരഞ്ഞെടുപ്പ് നടന്നിരുന്നു. ചേലക്കരയിൽ ഞങ്ങൾ നന്നായി പെർഫോം ചെയ്തു. 10,000 വോട്ടിൻ്റെ വ്യത്യാസം ഉണ്ടായി. വയനാട് വോട്ട് വർദ്ധിച്ചില്ല, വോട്ടിംഗ് പെർസെൻറ്റേജിൽ ഞങ്ങൾക്കൊരു 1% കുറവുണ്ടായി. പക്ഷേ മൊത്തം മറ്റെല്ലാ മുന്നണികൾക്കും വോട്ട് കുറഞ്ഞതുമായി കമ്പയർ ചെയ്യുമ്പോൾ NDAയുടെ വോട്ട് കുറവ് കുറച്ച് അതിൻ്റെ പെർസെൻറ്റേജ് കുറവാണ്. കാരണം അവിടെ LDFന് ഏതാണ്ട് 70,000-ഓളം വോട്ട് കുറഞ്ഞപ്പോൾ ഞങ്ങൾക്കൊരു 30,000 വോട്ടിൻ്റെ കുറവാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതനുസരിച്ച് ഞങ്ങളുടെ പെർഫോമൻസ് ഇറ്റ് ഈസ് നോട്ട് ബാഡ്. പാലക്കാട് സംബന്ധിച്ചിടത്തോളം ജയിക്കുമെന്നുള്ള പ്രതീക്ഷയുണ്ടായിരുന്നു. അപ്പോൾ ഒരു 3 സ്ഥലത്ത് നടന്ന തിരഞ്ഞെടുപ്പുകളുടെ റിസൾട്ടിനെ മൊത്തമല്ലേ നമ്മൾ നോക്കേണ്ടത്. ഏതെങ്കിലും ഒരു പാർലമെൻറ്റ് ഒരു അസംബ്ലി മണ്ഡലത്തിൽ ഒരു സെറ്റ് ബാക്ക് ഉണ്ടായി എന്നുള്ളത് കൊണ്ട് മൊത്തം BJP ഒരു വലിയ തിരിച്ചടിയാണ് എന്ന് വ്യാഖ്യാനിക്കുന്നത് അതൊരു ശരിയായ വിലയിരുത്തലാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, എനിക്ക് തോന്നുന്നത് മാധ്യമ വ്യാഖ്യാനമല്ല. ഇപ്പം തന്നെ ഈ സംഘടനാ തലത്തിലുള്ള സുപ്രധാന ചുമതലയുള്ള നേതാക്കൾ തന്നെ പരസ്യമായിട്ട് രംഗത്ത് എത്തുകയാണ്. ഇത് സമീപകാലത്തൊന്നും ഒരു പ്രഭാരി എന്ന് പറഞ്ഞ ചുമതല ഏറ്റെടുത്ത ആളുകൾക്കെതിരെ പോലും ഒരു പരസ്യ പ്രതികരണം എന്ന് വെച്ചാൽ ഒരു അധിക്ഷേപ പ്രതികരണം നടത്തുന്ന മുതിർന്ന നേതാക്കളെ ഒന്നും കണ്ടിട്ടേ ഇല്ല. BJPയുടെ എനിക്ക് തോന്നുന്നത് സമീപ ചരിത്രത്തിലൊന്നും അങ്ങനെയില്ല. ഒരു RSS നിയോഗിച്ച ആളുകൾക്കെതിരെ ഒന്നും പരസ്യമായിട്ട് പറയുന്ന പ്രതികരണമൊന്നും ഉണ്ടായിട്ടില്ല. അത്തരം പ്രതികരണങ്ങൾ അടക്കം വരുന്നത് ഒരു പ്രവർത്തനം അങ്ങനെ ഐക്യകണ്ഠേനല്ലായിരുന്നു, അല്ലെങ്കിൽ ഒരു സംഘടിതമായ സംവിധാനത്തിലല്ലായിരുന്നു പ്രവർത്തനം. ഒരു ചിന്നിച്ചിതറിപ്പോയിരുന്നു. കാരണം വെച്ചാൽ അതിനിടയിൽ നിന്നാണ് സന്ദീപ് വാര്യരെ പോലുള്ള കേരളത്തിൽ കൂടുതൽ സ്വീകാര്യത BJPക്കകത്തു നിന്നുണ്ടായിരുന്ന ഒരു നേതാവിനെ നഷ്ടപ്പെടുന്നത്. ഇതുപോലുള്ള കാര്യത്തിൽ ഈ പറയുന്ന ഒരു ഏകപക്ഷീയമായ സ്ഥാനാർത്ഥിത്വമായിരുന്നു എന്നടക്കമുള്ള എല്ലാ ആരോപണങ്ങളും ശരിവെക്കുന്ന നേരത്തിലാണോ ഇപ്പോഴുള്ള ഈ ഒരു പൊട്ടിത്തെറി എന്ന് പറയാവുന്ന പ്രതികരണങ്ങളൊക്കെ കാണുന്നത്? അല്ല, എനിക്ക് തോന്നുന്നത് അങ്ങനെ വല്ലാതെ പൊട്ടിത്തെറിക്കേണ്ട ഒരു സാഹചര്യമൊന്നും പാലക്കാടില്ല. കാരണം 2021 മെട്രോമാൻ മത്സരിച്ചപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള BJP കിട്ടിയിട്ടുള്ള വോട്ട് 50,000 വോട്ടാണ്. സ്വാഭാവികം പാലക്കാട് പോലെയുള്ള ഒരു നഗരത്തിൽ മെട്രോമാന് കിട്ടുന്ന വ്യക്തിപരമായിട്ടുള്ള കുറേ വോട്ടുകളുണ്ട്. അതിനൊരിക്കലും BJP വോട്ടുകളായിട്ട് നമുക്ക് പരിഗണിക്കാൻ വേണ്ടി സാധിക്കില്ല. അപ്പോൾ BJPയുടെ വോട്ടെന്ന് പറയുന്നത് നമുക്ക് കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ടാണ്. പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ അപ്പോൾ ഒരു 5,000 വോട്ടിൻ്റെ കുറവാണ്, 44,000 വോട്ടൊക്കെയാണ്. പാർലമെൻറ്റിൽ കിട്ടിയ വോട്ടും പൂർണ്ണമായിട്ട് BJPയുടെ വോട്ട് എന്ന് കണക്കാക്കാൻ വേണ്ടി സാധിക്കില്ല. കാരണം അത് രാജ്യവ്യാപകമായിട്ടുള്ളൊരു മോഡി അനുകൂല വേവ് ഉണ്ടായിരുന്നു. പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൻ്റെ മൊത്തം സാഹചര്യം വ്യത്യസ്തമായിരുന്നു. കേരളത്തിൽ എല്ലായിടത്തും വോട്ടിംഗ് പെർസെൻറ്റേജ് വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വർധനവ് പാലക്കാടും ഉണ്ടായിട്ടുണ്ട്. നമുക്കൊരു 44,000 വോട്ട് കിട്ടിയിട്ടുണ്ട്. ഈ പ്രാവശ്യം തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അത്തരം അനുകൂലമായിട്ടുള്ള ഘടകങ്ങളൊന്നും BJP സംബന്ധിച്ചിടത്തോളം ഇല്ല. എന്നിട്ട് 39,000 വോട്ട് കിട്ടി. ഞങ്ങളൊരു 50,000 വോട്ട് ക്രോസ് ചെയ്യണമെന്നുള്ള ഒരു പ്രതീക്ഷയിലായിരുന്നു പ്രവർത്തിച്ചത്. 50,000 വോട്ട് ക്രോസ് ചെയ്യാൻ വേണ്ടിയുള്ള പ്രവർത്തനമാണ് അവിടെ നടന്നത്. 50,000 വോട്ട് ക്രോസ് ചെയ്തിരുന്നെങ്കിൽ BJPക്ക് ജയിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു കാൽക്കുലേഷനായിട്ടുണ്ടായിരുന്നത്. പക്ഷേ റിസൾട്ട് വരുമ്പോൾ 50,000 വോട്ട് ക്രോസ് ചെയ്താലും ഒരുപക്ഷെ ജയിക്കണമെന്നില്ല ഇന്നത്തെ നിലക്ക്. അത് മറ്റു ചില കാരണങ്ങളുണ്ട്, ഞാനതിലേക്ക് വരാം. അതിനുവേണ്ടി പരിശ്രമം നടത്തി കിട്ടിയില്ല. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് പാലക്കാട്ടെ പാർട്ടി പ്രവർത്തകന്മാർക്കും പാർട്ടി ലീഡർഷിപ്പിനും ഒരു അമിത പ്രതീക്ഷ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. ആ അമിത പ്രതീക്ഷ വരുന്ന സമയത്ത് അവരുടെ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായിട്ട് റിസൾട്ടായപ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവികമായ ചില പ്രതികരണങ്ങളാണ്. ഞാനതിനെ ആ അർത്ഥത്തിലേ കാണുന്നുള്ളൂ. പെട്ടെന്നുണ്ടാകുന്ന വൈകാരികമായിട്ടുള്ള വിക്ഷോഭങ്ങളായി മാത്രമേ കാണുന്നുള്ളൂ. ബാക്കിയുള്ള പ്രശ്നങ്ങളൊക്കെ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. ഇപ്പോൾ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് അവർക്ക് ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു എന്ന് കേൾക്കുന്നു. ഏത് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി നിർത്തുന്ന സമയത്ത് കുറച്ച് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ പൊതുവെ സ്വീകാര്യമായൊരു നിലപാടാണ് പാർട്ടി സ്വീകരിക്കുക. കൃഷ്ണകുമാറിൻ്റെ സ്ഥാനാർത്ഥിത്വം ആരെങ്കിലും അടിച്ചേൽപ്പിച്ചതാണ് എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം സ്ഥാനാർത്ഥിയെ കൂട്ടായിട്ടാണ് തീരുമാനിച്ചത്. അതിനൊരു പ്രോസസ്സുണ്ട്. ആ പ്രോസസ്സ് പൂർത്തിയാക്കി അവിടെ പാർട്ടിയുടെ മുതിർന്ന നേതാക്കന്മാർ പോയിരുന്നു, പ്രധാനപ്പെട്ട എല്ലാവരെയും കണ്ടിരുന്നു. അങ്ങനെ കണ്ട സമയത്ത് വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടായിരുന്നു. ആ അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു പട്ടിക തയ്യാറാക്കി കേന്ദ്ര പാർട്ടിക്ക് അയച്ചത്. അപ്പോൾ അന്ന് തന്നെ കൃഷ്ണകുമാർ സ്ഥാനാർത്ഥിയാകരുതെന്ന് അഭിപ്രായപ്പെട്ട കുറേ ആളുകളുണ്ടായിരുന്നു. പക്ഷേ പാർട്ടി തീരുമാനമെടുക്കുമ്പോൾ ഏതെങ്കിലും കുറച്ചാൾക്കാർ അഭിപ്രായം മാത്രമല്ലല്ലോ, ഓവറോൾ അഭിപ്രായം വന്നു. ഞങ്ങളുടെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയും സംസ്ഥാന കോർ കമ്മിറ്റിയും ആലോചിച്ച അടിസ്ഥാനത്തിൽ ഒരു 3 അംഗ പാനൽ ഡൽഹിക്ക് അയച്ചു. അതിൽ നിന്ന് അവരാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്.
അപ്പോൾ ഒരുപക്ഷെ ആ പാനലിലുള്ള മറ്റാൾക്കാരോട് അവർ ചോദിച്ചിട്ടുണ്ടാവാം. ഞങ്ങൾ ഒരിക്കലും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഒരാളുടെ പേരായിട്ട് മാത്രം അയക്കില്ല, ഞങ്ങൾ പ്രിഫറൻസ് പോലും അയക്കില്ല, ഞങ്ങൾ ഒരു 3 ആൾക്കാരുടെ പേര് അയക്കുകയും ചെയ്യാം. അപ്പോൾ ബാക്കിയുള്ള ആൾക്കാരോട് ഒരു പക്ഷേ കേന്ദ്ര നേതൃത്വം ചോദിച്ചുണ്ടാകാം, ഇല്ലായിരിക്കും, അതിനെക്കുറിച്ച് എനിക്കറിയില്ല. അങ്ങനെയാണ് കൃഷ്ണകുമാറിൻ്റെ സ്ഥാനാർത്ഥിത്വം വരുന്നത്. അപ്പോൾ ആ സ്ഥാനാർത്ഥിത്വത്തോട് അന്നേ വിമുഖത പ്രകടിപ്പിച്ചിട്ടുള്ള ആളുകൾ പരാജയപ്പെട്ടപ്പോൾ അതായിരിക്കുന്ന കാരണമെന്ന് പറയുന്നതിൽ അവർക്ക് അവരുടേതായിട്ട് ലോജിക്ക് ഉണ്ടാവാം. പക്ഷേ എന്തൊക്കെയാണ് കാരണങ്ങളെന്ന് കണ്ടെത്തേണ്ടതാണ്. കാരണം പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ വോട്ട് കുറയാൻ പാടില്ലായിരുന്നു, 5000-നടുത്ത് വോട്ട് കുറയാൻ പാടില്ലായിരുന്നു. കാരണം കൃഷ്ണകുമാർ 3 ടേം കൗൺസിലറായിട്ടുള്ള ഒരു മുനിസിപ്പാലിറ്റിയാണത്. അപ്പം ഞങ്ങൾ കൃഷ്ണകുമാറിനെ സ്ഥാനാർത്ഥിയാകണം എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ മനസ്സിലുണ്ടായത് ആ സ്വാധീനം സ്വാഭാവികമായിട്ടും വോട്ടായിട്ട് മാറും എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ടൊരു അപ്പർ ഹാൻഡ് അവിടെ ബാക്കി 2 കാൻഡിഡേറ്റിനേക്കാളും കൂടുതൽ മണ്ഡലത്തിലെ ജനങ്ങളെ അറിയുന്ന കാൻഡിഡേറ്റ് കൃഷ്ണകുമാറായിരുന്നു. ആ വോട്ട് വരുമെന്നുള്ളൊരു പ്രതീക്ഷ ഞങ്ങൾക്കുണ്ടായിരുന്നു. ഇപ്പോൾ റിസൾട്ട് വന്ന സമയത്ത് ആ വോട്ട് വന്നിട്ടില്ല, BJPയുടെ കയ്യിലുള്ള വോട്ടും വന്നിട്ടില്ല. അപ്പോൾ ആ വോട്ട് ചോർച്ചയുണ്ടായിട്ടുണ്ട്. അതിൻ്റെ കാരണങ്ങൾ കണ്ടെത്തേണ്ടതാണ്. അത് പാർട്ടി പരിശോധിച്ച് കണ്ടെത്തും. അതൊരു പാലക്കാടിനെ സംബന്ധിച്ച് സെറ്റ്ബാക്കാണ്. ആ സെറ്റ്ബാക്ക് ഞങ്ങൾ പരിഹരിക്കും. ഈ പാലക്കാടുമായി ബന്ധപ്പെട്ട സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളുടെ തുടക്കം മുതൽ പ്രചരണഘട്ടത്തിലെല്ലാം ശോഭാ സുരേന്ദ്രനായിരുന്നു സ്ഥാനാർത്ഥിയെങ്കിൽ സ്വാഭാവികമായിട്ടും പാർട്ടിക്ക് പുറത്തുനിന്നകത്തു നിന്നൊക്കെ വരുന്നൊരു ചർച്ച ഉണ്ടാവുക. അത് ഞാൻ MD രമേശ് എന്ന നേതാവിനോട് ചോദിക്കാൻ കാരണം MD രമേശ് എന്ന നേതാവിലൂടെയാണ് സംസ്ഥാനതല അല്ലെങ്കിൽ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് ശോഭാ സുരേന്ദ്രൻ എത്തുന്നത്. അങ്ങ് യുവമോർച്ചയുടെ തലപ്പത്തുണ്ടായിരുന്ന സമയത്ത് ശോഭാ സുരേന്ദ്രൻ കാൻഡിഡേറ്റ് ആയിരുന്നെങ്കിൽ മറിച്ചായിരുന്നു ജനവിധി എന്നുള്ളൊരു അഭിപ്രായം പാർട്ടി തലത്തിൽ തന്നെ വരുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ അത്തരമൊരു പരിഗണന പാർട്ടിയുടെ പ്രാഥമിക ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നോ? തീർച്ചയായിട്ടും സ്ഥാനാർത്ഥി പട്ടികയിൽ ശോഭയുടെ പേരുണ്ടായിരുന്നു. സ്ഥാനാർത്ഥി ചർച്ചയുടെ എല്ലാ ഘട്ടത്തിലും ശോഭയുടെ പേരുണ്ടായിരുന്നു. കാരണം ശോഭ നന്നായിട്ട് പെർഫോം ചെയ്യുന്നൊരു കാൻഡിഡേറ്റാണ്. എവിടെ മത്സരിക്കുമ്പോഴും വോട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട് ശോഭ. പ്രത്യേകിച്ചും റീസെൻ്റായിട്ട് ആലപ്പുഴയിൽ മത്സരിച്ച സമയത്ത് വലിയ തോതിൽ വർധനവുണ്ടായിട്ടുണ്ട്. അത് ഒരു തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ഇടിച്ചു കയറി വോട്ടർമാരിൽ സ്വാധീനമുണ്ടാക്കി വോട്ട് വർദ്ധിപ്പിക്കാനുള്ള ഒരു കഴിവ്, ഇൻബോൺ ആയിട്ടുള്ളൊരു ടാലൻ്റ് ഉണ്ട്. ആ ഇൻബോൺ ആയിട്ടുള്ളൊരു ടാലൻ്റുള്ള ആളാണ് ശോഭാ സുരേന്ദ്രൻ. അതുകൊണ്ട് ആളുകൾ ശോഭയുടെ സ്ഥാനാർത്ഥിയാവണമെന്ന് എവിടെ ആഗ്രഹിക്കുന്നതിൽ തെറ്റില്ല. കാരണം ഒരു സ്ഥലത്തെ പ്രവർത്തകന്മാർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ വോട്ട് ക്യാൻവാസ് ചെയ്യുന്ന ഒരാൾ, അവരുടെ ദൃഷ്ടിയിൽ പല പാരാമീറ്റേഴ്സ് ഉണ്ടാകും. അപ്പോൾ അതനുസരിച്ച് ശോഭാ സുരേന്ദ്രൻ വേണമെന്ന് ആഗ്രഹിക്കുന്നത് തെറ്റൊന്നുമില്ല. പാലക്കാട് ശോഭാ സുരേന്ദ്രൻ്റെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ പരിഗണിച്ച പേരിലും ശോഭാ സുരേന്ദ്രൻ ഉണ്ടായിരുന്നു. പക്ഷേ ശോഭ തന്നെ വ്യക്തിപരമായിട്ട് സംസാരിച്ചപ്പോൾ എല്ലാ സ്ഥലത്തും ഇങ്ങനെ മാറി മാറി മത്സരിക്കുന്നതിന് പകരം ഒരു സ്ഥലത്ത് കോൺസെൻട്രേറ്റ് ചെയ്യണം എന്നാഗ്രഹം അവർ കേന്ദ്ര നേതൃത്വത്തോട് പ്രകടിപ്പിച്ചിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതൊരു സ്വയം പിൻവാങ്ങലിൽ നിന്നാണ് പേര് പരിഗണിക്കാതിരുന്നത്. കാരണം അവർ ആലപ്പുഴ മത്സരിച്ചു, 3 ലക്ഷത്തിനടുത്ത് വോട്ട് കിട്ടി. ഓരോ സന്ദർഭത്തിലും ഇങ്ങനെ മാറുന്നത് ഗുണകരമല്ല എന്നുള്ളൊരു അഭിപ്രായം ശോഭയ്ക്ക് തന്നെ ഉണ്ടായിരുന്നു. കാരണം അവർ ആറ്റിങ്ങൽ പാർലമെൻറ്റ് മണ്ഡലത്തിൽ മത്സരിച്ചു, ആറ്റിങ്ങൽ പാർലമെൻറ്റ് മണ്ഡലത്തിൽ നിന്ന് മാറി. അവർ സ്വന്തം ഇഷ്ടപ്രകാരം മാറിയെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ മാറേണ്ട ചില സാഹചര്യങ്ങൾ വന്നു. കഴക്കൂട്ടത്ത് മത്സരിച്ചു, ഇപ്പോൾ ആലപ്പുഴ മത്സരിക്കുന്നു, വീണ്ടും പാലക്കാട് മത്സരിക്കുമ്പോൾ ഈ ഒരു വിഷയം വരുന്നു എന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടാകാം. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരൊരു വിമുഖത പറഞ്ഞിരുന്നു. എന്നിട്ടും നമ്മൾ പരിഗണിക്കുന്ന പേരുകൾ ശോഭാ സുരേന്ദ്രൻ്റെ പേരുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ശോഭക്ക് ആ കാര്യങ്ങൾ അറിയാം. ശോഭാ സുരേന്ദ്രൻ തന്നെ അത് സംസാരിച്ചിട്ടുണ്ട്. കാരണം ശോഭ കൂടി ഉൾപ്പെടുന്ന ഒരു കമ്മിറ്റിയാണല്ലോ ഈ പേരുകളൊക്കെ പരിശോധിക്കുകയും പരിഗണിക്കുകയും ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഒരുപക്ഷേ ശോഭ വരണമെന്ന് പാലക്കാട് വലിയ വിഭാഗം ആൾക്കാർ ആഗ്രഹിച്ചിട്ടുണ്ടാകാം. ആ ആഗ്രഹത്തിന് വിരുദ്ധമായിട്ടൊരു പേര് വന്നപ്പോൾ അവർക്ക് അതിൽ ചില പ്രയാസങ്ങളും വിഷമങ്ങളും ഉണ്ടാകും. പക്ഷേ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഇടയിലെവിടെയും ഇത്തരം പ്രശ്നങ്ങളൊന്നും ഉയർന്നു വന്നിട്ടില്ല. BJP തുടർച്ചയായി ദേശീയ രാഷ്ട്രീയത്തിലും മറ്റു സംസ്ഥാനങ്ങളിലും അധികാരത്തിലിറങ്ങുമ്പോഴും ഒരു പാർലമെൻ്ററി രാഷ്ട്രീയത്തിന് പ്രതീക്ഷ കുറഞ്ഞൊരു ഇടമായിട്ടാണ് കേരളം മാറുന്നത്. പക്ഷേ വേറൊരു തരത്തിൽ നോക്കുമ്പോൾ മുതിർന്ന നേതാക്കളുടെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ അസംതൃപ്തരുള്ള, മറ്റെല്ലാ സ്ഥലങ്ങളും വെച്ച് നോക്കുമ്പോൾ ഏറ്റവും അസംതൃപ്തരുള്ളൊരു ഇടം കൂടിയാണ് BJPയുടെ ഇവിടെ. എപ്പോഴും സംഘടനാ തലത്തിൽ ഈ പറഞ്ഞ ഗ്രൂപ്പുകൾ, ഭിന്നതകൾ അത് രൂക്ഷമാവുന്നൊരു കാരണം കാണിക്കുക. അതിലേക്കുള്ളൊരു ആദ്യ ചോദ്യമായിട്ട് ഞാൻ ചോദിക്കുന്നത്, സന്ദീപ് വാര്യർ കേരളത്തിൽ BJPയുടെ ഒരു പ്രബല മുഖവും ഒരു വക്താവും എന്നുള്ള രീതിയിൽ ഇപ്പോൾ വയനാട്ടിലടക്കം പ്രചരണത്തിൻ്റെ ചുക്കാൻ പിടിച്ചിട്ടുള്ള ഒരാളായിരുന്നു. സന്ദീപ് വാര്യരെ കൈവിടേണ്ടി വന്നത് അല്ലെങ്കിൽ സന്ദീപ് വാര്യരെ കൃത്യമായി ഉൾക്കൊള്ളാൻ സാധിക്കാതിരുന്നത് ഏതെങ്കിലും തരത്തിൽ തിരിച്ചടി ആയിട്ടുണ്ടോ?
ഇല്ല, ഒരാൾ സ്വയം ഒരു പാർട്ടിയിൽ നിന്ന് പോകാൻ തീരുമാനിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? സന്ദീപ് വാര്യർ ഒരു ബി ജെ പിയുടെ ഒരു മുതിർന്ന നേതാവൊന്നുമല്ല. സന്ദീപ് വാര്യർ ഇടക്കാലത്ത് ബി ജെ പിയുടെ ചുമതലയിലേക്ക് വന്നിട്ടുള്ളതാണ്. സന്ദീപ് വാര്യർ സത്യത്തിൽ വരുന്നത് 2018 2018 യുവമോർച്ചയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടാണ് ഒരു ചുമതലയിലേക്ക് വരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഒരു 3-4 വർഷം. പക്ഷേ ടി വി ചാനൽ നന്നായിട്ട് സംസാരിക്കുന്ന ആളാണ്, കാര്യങ്ങൾ അവതരിപ്പിക്കാൻ കഴിവുള്ള ആളാണ്, കുറച്ചുകൂടി അഗ്രസീവായിട്ട് കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യാൻ കഴിവുള്ള ആളാണ്, നന്നായിട്ട് വായിക്കുകയൊക്കെ ചെയ്യുന്ന നല്ല കഴിവുള്ളൊരു ചെറുപ്പക്കാരനാണ്. ആ അർത്ഥത്തിലാണ് അദ്ദേഹത്തെ യുവമോർച്ചയുടെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് നേരിട്ട് പാർട്ടി വക്താവാക്കുന്നത്. അങ്ങനെ ഒരു സമീപനം, ഒരു കീഴ്വഴക്കം ബി ജെ പിക്ക് ഒരു ഘട്ടത്തിലും ഉണ്ടായിട്ടില്ല. യുവമോർച്ചയുടെ ഭാരവാഹിയായിക്കഴിഞ്ഞാൽ, സംസ്ഥാന തലത്തിലായിക്കഴിഞ്ഞാൽ പിന്നെ യുവമോർച്ചയുടെ സംസ്ഥാന പ്രസിഡൻ്റൊക്കെ പാർട്ടി ഭാരവാഹിയാവുക എന്നല്ലാതെ സംസ്ഥാന ഭാരവാഹികളിൽ ഒരാളായിട്ടുള്ള ആൾ നേരിട്ട് പാർട്ടി ചുമതലയിലേക്ക് വരുന്നത് സാധാരണ വരാറില്ല. അത് വളരെ അപൂർവമായിട്ടുള്ളതാണ്. പക്ഷേ ഇപ്രാവശ്യം സന്ദീപ് വാര്യർക്ക് പാർട്ടി വക്താവ് സ്ഥാനം കൊടുത്തത് ചാനൽ നന്നായിട്ട് കാര്യങ്ങൾ പറയുന്നു എന്നുള്ളതാണ്. ചാനലിൽ സംസാരിക്കുന്നവരും പാനലിസ്റ്റുകളും ബി ജെ പിയുടെ ദൈനംദിന സംഘടനാ പ്രവർത്തനത്തിൻ്റെ ചുമതല വഹിക്കുന്ന ആളുകളല്ല. അവരുടെ ചുമതല എന്ന് പറയുന്നത് പാർട്ടി നിലപാട് ചാനൽ പോയി പറയുക എന്നുള്ളതാണ്. അപ്പം അങ്ങനെ സംസാരിക്കുന്ന ഒരു ആളായിരുന്നു. ഇടക്കാലത്ത് ചില വിഷയങ്ങൾ, സംഘടനാപരമായ വിഷയങ്ങളുണ്ടായപ്പോൾ അദ്ദേഹത്തെ പാർട്ടി വക്താവ് സ്ഥാനത്ത് മാറ്റി. അദ്ദേഹം കുറച്ച് സൈലൻ്റ് ആയിരുന്നു. രണ്ടാമത് വീണ്ടും അദ്ദേഹം സംസാരിച്ച് സംസ്ഥാന കമ്മിറ്റി മെമ്പറാക്കി. നമ്മൾ അദ്ദേഹത്തിന് ചാനൽ ചർച്ചയ്ക്കൊക്കെ പോകാൻ അവസരമൊക്കെ കൊടുത്തു. കഴിഞ്ഞ പ്രാവശ്യം ഷൊർണൂരിൽ മത്സരിക്കാൻ അദ്ദേഹത്തിന് സീറ്റ് കൊടുത്തു. അപ്പം അതുകൊണ്ട് പാർട്ടിയുടെ ഒരു ആ തലത്തിൽ പ്രവർത്തിക്കുന്ന പാനലിസ്റ്റുകളുടെ കൂട്ടത്തിൽ ഒരാളാണ്, കഴിവുള്ള ഒരാളാണ്. അദ്ദേഹത്തിന് എന്തെങ്കിലും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ സംവിധാനങ്ങളുണ്ട്. നേരത്തെയും പരിഹരിച്ചിട്ടുണ്ട്. പെട്ടെന്ന് ഇപ്പോഴെന്താണ് ഒരു പൊട്ടിത്തെറി ഉണ്ടായത്? അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊന്നും നമുക്ക് മുഖവിലക്കെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളൊന്നുമില്ല. അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊന്നും അദ്ദേഹം അപമാനിക്കപ്പെട്ടു എന്ന് പറയുന്നതിലൊന്നും അർത്ഥമില്ല. അപമാനമെന്ന് പറഞ്ഞാൽ പാർട്ടിയുടെ ഒരു ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ ഇരിക്കുക എന്ന് പറയുന്നത് NDA നേതാക്കന്മാരാണ് ഇരിക്കുക. അവിടെ സീറ്റ് കിട്ടിയില്ല എന്ന് പറയുന്നത് ഒരു കാരണമായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ഇത് അവഗണനകളുടെ തുടർച്ചകളിൽ ഒന്നായിട്ടാണ് പറഞ്ഞത്. കാരണം വെച്ചാൽ അമ്മ മരിച്ചപ്പോൾ പോലും അവിടുത്തെ ഒരു സുപ്രധാന നേതാവ് പോലും വിളിക്കുകയോ വീട്ടിലെത്തുകയോ ചെയ്തിട്ടില്ല എന്നൊക്കെ ഉള്ളത് BJP പോലുള്ള ഒരു കേഡർ സിസ്റ്റത്തിൽ പോകുന്ന ഒരു സംഘടനയ്ക്ക് അങ്ങനെ തള്ളിക്കളയാവുന്നൊരു സംഗതിയാണോ? അമ്മ മരിച്ചപ്പോൾ പോയില്ല എന്ന് പറയുന്നത്, ഞാൻ പോയിട്ടുണ്ട്. സന്ദീപിൻ്റെ അമ്മ മരിച്ചപ്പോൾ ചെത്തനല്ലൂർ സന്ദീപിൻ്റെ വീട്ടിൽ പോയിട്ടുള്ള ഒരാളാണ് ഞാൻ. മണിക്കൂറുകൾ അവിടെ പോയി ചിലവഴിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ മനസ്സിലാക്കുന്നത് BJPയുടെ മുതിർന്ന പല ആളുകളും പോയിട്ടുണ്ട്. കൃഷ്ണകുമാർ പോയിരുന്നു എന്നുള്ള എനിക്കറിയില്ല. കൃഷ്ണകുമാർ തന്നെ അതിന് ശേഷം ഒരു വിശദീകരണം ഞാൻ കേട്ടത് അദ്ദേഹം ഡൽഹിയിലായിരുന്നു. കാരണം എനിക്കറിയില്ല. പാർട്ടി ജില്ലാ അധ്യക്ഷൻ പോവുകയും റീത്ത് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിവേ എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല. അതുണ്ടെങ്കിൽ അത് 2 വർഷം മുമ്പത്തെ കാര്യമല്ലേ. നമ്മുടെ വീട്ടിൽ ഒരാൾ വരുന്നില്ല എന്നുള്ളത് പാർട്ടിയുടെ അപഗണനയാണ്. പാർട്ടിയുടെ മറ്റാൾക്കാർ പോയിട്ടുണ്ടല്ലോ. ഇനി കൃഷ്ണകുമാർ പോയില്ല എന്ന് വിചാരിക്കാം. ഞാനൊരു ജനറൽ സെക്രട്ടറിയാണ്, ഞാൻ പോയിട്ടുണ്ട്. ധാരാളം മുതിർന്ന ആളുകൾ പോയിട്ടുണ്ട്. അപ്പോൾ അതൊരു അവഗണനയായിട്ട് കാണുന്നില്ല. അതെന്തെങ്കിലും ഒരാൾ പോയില്ല എങ്കിൽ പോകേണ്ടതാണ്. അതിപ്പോൾ ചുമതല ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരാൾ നമ്മുടെ ഒരു സൗഹൃദത്തിൻ്റെ രീതിയിൽ നമ്മൾ പോകേണ്ടതാണ്. അതൊരു അവഗണനയായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. അതുണ്ടെങ്കിൽ 2 വർഷത്തിനിടയിൽ അത് പറയേണ്ട എത്രയോ സന്ദർഭങ്ങളുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ കൃഷ്ണകുമാരും സന്ദീപും അതിനുശേഷം എത്ര പ്രാവശ്യം ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്? അന്നും ഇത് പ്രകടിപ്പിച്ചിട്ടില്ലല്ലോ. വയനാട്ടിൽ സുരേന്ദ്രൻ മത്സരിച്ച സമയത്ത് വയനാട്ടിൽ സന്ദീപ് ഉണ്ടായിരുന്നല്ലോ. ആ സമയത്തും ഇതൊന്നും പ്രകടിപ്പിച്ചത് കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ എവിടെയാണ് അവഗണന നേരിട്ടത്? കാരണം 3-4 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു ചെറുപ്പക്കാരന് BJP അല്ലാതെ ഇത്രയും അവസരം വേറെ ആരാ കൊടുക്കുക? BJP ഒരു സീറ്റ് അസംബ്ലി സീറ്റ് മത്സരിക്കാൻ കൊടുത്തു. അദ്ദേഹത്തിന് പാർട്ടി വക്താവാക്കി, പാനലിസ്റ്റിൽ ഉൾപ്പെടുത്തി ചർച്ചയ്ക്ക് അയക്കുന്നു. അദ്ദേഹത്തിൻ്റെ കഴിവുണ്ട്, അദ്ദേഹത്തിന് അർഹനാണെന്ന് തോന്നിയത് കൊണ്ടാണല്ലോ പാർട്ടി ചെയ്യുക. അപ്പം അങ്ങനെ പിന്നെ എവിടെയാണ് അവഗണിച്ചു? ഞാൻ അതിനുശേഷം സന്ദീപ് പോയതിന് ശേഷവും സന്ദീപ് പിണങ്ങി മാറി നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞതിന് ശേഷമുള്ള ഞാൻ അദ്ദേഹത്തിൻ്റെ എല്ലാ ഇൻ്റർവ്യൂകളും നോക്കി. എവിടെയും പാർട്ടി അദ്ദേഹത്തെ അവഗണിച്ചു എന്നുള്ള നിലപാട് സാധൂകരിക്കാൻ സാധിക്കുന്ന ഒരു ഉദാഹരണവും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചതിൽ എനിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. ആകെ പറഞ്ഞിട്ടുള്ളത് പാലക്കാട് അസംബ്ലി മണ്ഡലത്തിൻ്റെ തിരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ അദ്ദേഹത്തിന് സീറ്റ് കിട്ടിയില്ല. അതത്ര വലിയ കാരണം എനിക്ക് തോന്നുന്നില്ല. കാരണം
അവിടെ ഇരിക്കുക എന്ന് പറയുന്നത് NDA നേതാക്കന്മാരാണ്, NDAയുടെ സംസ്ഥാന നേതാക്കന്മാരൊക്കെയാണ്. അവിടെ ഇപ്പോൾ സന്ദീപ് ഒരു സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറാണ് പാർട്ടിയുടെ. അവിടെ പുറത്തിരിക്കുന്ന ധാരാളം സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർമാരുണ്ട്, പുറത്തിരിക്കുന്ന ധാരാളം സംസ്ഥാന ഭാരവാഹികളുണ്ട്. അവ സ്വാഭാവികമാണ്. പാലക്കാട് മുനിസിപ്പാലിറ്റിക്കകത്തെ പ്രധാനപ്പെട്ട നേതാക്കന്മാരുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു അറേഞ്ച്മെൻറ്റിൻ്റെ ഭാഗമാണ്. ചില സമയത്ത് നമുക്ക് സ്റ്റേജിലിടം കിട്ടും, ചില സമയത്ത് സ്റ്റേജിലിടം കിട്ടില്ല. ഇപ്പോൾ നമ്മൾക്ക് എത്രയോ പ്രാവശ്യം സദസ്സിലിരുന്നിട്ടുണ്ട്. അതൊക്കെ ഒരു അറേഞ്ച്മെൻറ്റിൻ്റെ ഭാഗമാണ്. അത് നമുക്ക് മനസ്സിലാകും. ഇനി അതിനൊക്കെ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടും പ്രയാസം ഉണ്ടെങ്കിൽ നമ്മളത് ബന്ധപ്പെട്ട ആളുകളോട് സംസാരിച്ച് ക്ലിയർ ചെയ്യുക. അതും പാർട്ടി ഐഡിയോളജിയും തമ്മിൽ എന്താണ് ബന്ധം? അതിൻ്റെ പേരിൽ ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ നമുക്ക് ഒരു ദുരനുഭവം ഉണ്ടായി, നമുക്ക് ഒരു അപമാനിക്കപ്പെട്ടെങ്കിൽ അത് വ്യക്തികളാണല്ലോ. ആ വ്യക്തികളുടെ അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പുറത്ത് നമുക്ക് പ്രവർത്തനത്തെ മാറിക്കാം. ഐഡിയോളജി എങ്ങനെ മാറിയിക്കാൻ സാധിക്കും? ഐഡിയോളജി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും വ്യക്തികളെ കണ്ടിട്ടില്ല, നമ്മുടെ മനസ്സിലുള്ളതല്ലേ. സന്ദീപ് വാര്യർക്ക് അങ്ങനെയാണെങ്കിൽ BJP വേണ്ട, വേറെ എത്ര സംഘടന ഉണ്ടായിരുന്നു പ്രവർത്തിക്കാൻ? അപ്പോൾ പ്രശ്നം ഐഡിയോളജി അല്ല, വ്യക്തിപരമാണ്. ആ വ്യക്തിപരമായ കാര്യത്തിൻ്റെ പുറത്ത് അദ്ദേഹം എന്തിനു വേണ്ടിയിട്ടാണ് പോയതെന്ന് എനിക്ക് മനസ്സിലാകുന്നത്. അദ്ദേഹം പോയ നിമിഷം തള്ളിപ്പറഞ്ഞത് നമ്മുടെ കോർ ഐഡിയോളജിയാണ്. സുരേന്ദ്രനുമായിട്ടും രഘുനാഥുമായിട്ടാണ് അദ്ദേഹത്തിന് ആദ്യം പ്രശ്നമെന്നാണ് ഞാൻ കേട്ടത്. പക്ഷേ കോൺഗ്രസിൽ പോയ ഓൺ ദി സ്പോട്ട് അദ്ദേഹം വിമർശിച്ചത് നരേന്ദ്രമോദിയെയും RSSനെയുമാണ്. അതെങ്ങനെ ഒരാൾക്ക് സാധിക്കും? RSSനെ തുറന്ന് വിമർശിച്ചിട്ടില്ല. സ്വാഭാവികമാണല്ലോ. RSS പ്രത്യയശാസ്ത്രത്തെയാണല്ലോ അദ്ദേഹം തള്ളിപ്പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ തള്ളിപ്പറഞ്ഞുകൊണ്ടാണല്ലോ പുറത്തു പോയിട്ടുള്ളത്. ഹിന്ദുത്വത്തെയാണോ തള്ളിപ്പറഞ്ഞിട്ടുള്ളത്? അതിനേക്കാൾ എന്ത് പറയണം? ഹിന്ദുത്വത്തെ തള്ളിപ്പറയുക, ജമാഅത്തെ ഇസ്ലാമിയുടെ ഓഫീസ് പോവുക, SDP നേതാക്കന്മാരുടെ തോളിൽ കൈയിടുക, ഇതെങ്ങനെ സാധിക്കും? എനിക്ക് ഇപ്പോഴും അത് ഡൈജസ്റ്റ് ആവുന്നില്ല. നമുക്ക് വ്യക്തിപരമായ അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കാം, വ്യക്തികളുടെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം, നിലപാടുകൾ വ്യത്യാസം ഉണ്ടാകാം, അതൊക്കെ ഉണ്ടാവാം. പക്ഷേ അതിൻ്റെ പേരിൽ എങ്ങനെയാണ് നമ്മുടെ ഒരു ഇത്രയും വർഷക്കാലം അദ്ദേഹം BJPയുടെ ചുമതലയിലേക്ക് വന്നിട്ട് കുറച്ച് വർഷങ്ങളായില്ലെങ്കിലും ഞാൻ മനസ്സിലാക്കുന്ന കഴിഞ്ഞ കുറേ കൊല്ലമായിട്ട് ഈ ഐഡിയോളജിയുടെ കൂടെ യാത്ര ചെയ്യുന്ന ഒരാൾ, ആ ഐഡിയോളജിയുമായി ഘടകവിരുദ്ധമായിട്ടുള്ള ഒരു നിലപാട് എങ്ങനെ സ്വീകരിക്കാൻ സാധിക്കും? ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് മനസ്സിലാക്കാം. ഒരു ഗ്യാപ്പ് എടുത്തു, ഇടവേള എടുത്തു, മനസ്സിലാക്കാം. ഇതെല്ലാം ഒരു 10-12 ദിവസം കൊണ്ട് സംഭവിക്കുന്നതാണ്. ഞാൻ പാലക്കാട് കൺവെൻഷൻ്റെ തലേ ദിവസത്തെ സന്ദീപിൻ്റെ ഒരു ഇൻ്റർവ്യൂ നോക്കി. എത്ര ശക്തമായിട്ടാണ് അദ്ദേഹം പാർട്ടിയെ ന്യായീകരിക്കുന്നത്. പാർട്ടി മീൻസ് പാർട്ടി ഐഡിയോളജിയെ. അത് കഴിഞ്ഞിട്ട് 2 ആഴ്ച കഴിയുമ്പോൾ എങ്ങനെയാണ് അതിന് നേരെ വിരുദ്ധമായിട്ട് പറയാൻ സാധിക്കുക? എനിക്ക് എന്നെപ്പോലെ ഒരാൾക്ക് സാധിക്കില്ല. പക്ഷേ അപ്പോൾ അതാണ് ഞാൻ മനസ്സിൽ പറയുന്നത്, എന്താണ് അദ്ദേഹത്തിൻ്റെ പ്രശ്നമെന്ന് ഇപ്പോഴും അദ്ദേഹത്തിന് ആരോടെങ്കിലും പറയാമായിരുന്നു. ആരോടും പറഞ്ഞില്ല എന്നാണ്. ഞാൻ പലരോടും ചോദിച്ചു, ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ആരോടും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ഒരു വ്യക്തിയോട്, കൺസേൺഡ് വ്യക്തിയോട്, കൃഷ്ണകുമാറിനോട് വിരോധമുണ്ട്, അല്ലെങ്കിൽ ജില്ലാ പ്രസിഡന്റിനോട് വിരോധമുണ്ട്. ശരി, അതല്ലാത്ത ആളുകൾ ഈ പാർട്ടിയിലുണ്ടല്ലോ, അവരോട് ആരോട് സംസാരിക്കണ്ടേ? അങ്ങനെ സംസാരിക്കേണ്ട ഒരു സാധാരണ പ്രവർത്തകനാണ് സന്ദീപ്. അപ്പോൾ അത് മറ്റെന്തെങ്കിലും കാരണം ഉണ്ടാവും. ഇപ്പോൾ BJPയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ BJPയുടെ ചരിത്രം എടുത്ത് നോക്കിയാൽ മുമ്പെങ്ങുമില്ലാത്ത വിധത്തിൽ ഇപ്പം പല തരത്തിലുള്ള ഗ്രൂപ്പ് ആരോപണങ്ങൾ, ഗ്രൂപ്പ് രൂപീകരണമൊക്കെ നേരത്തെ ഉണ്ട്. പക്ഷെ മുമ്പെങ്ങുമില്ലാത്ത വിധം പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റിന് മേൽ തന്നെ ഒരു ആരോപണം നിൽക്കുകയാണ്. അദ്ദേഹം നിയന്ത്രിക്കുന്ന ഒരു ഗ്രൂപ്പ് ഏകപക്ഷീയമായി തീരുമാനിക്കുന്നു, ഏകപക്ഷീയമായി സ്ഥാനാർത്ഥി നിർണ്ണയിക്കുന്നു, ഏകപക്ഷീയമായി പദവികൾ നിശ്ചയിക്കുന്നു, ഏകപക്ഷീയമായിട്ട് ഈ പറയുന്ന കേന്ദ്ര സംവിധാനത്തോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, മറ്റെല്ലാവരും അവഗണിക്കുന്നു. അത് വ്യംഗ്യമായും അല്ലാതെയൊക്കെ ശോഭാ സുരേന്ദ്രൻ സംസാരിച്ചിട്ടുള്ള കാര്യമാണ്. ഇവിടുന്ന് വിട്ടുപോയ പല നേതാക്കൾ, ഇപ്പോൾ സന്ദീപ് വാര്യർ അടക്കമുള്ള നേതാക്കളുടെ പ്രസ്ഥാനമായിരുന്നു ഇത്. കെ സുരേന്ദ്രൻ ഏകപക്ഷീയമായി നിയന്ത്രണം ഏറ്റെടുത്തിട്ടുള്ളൊരു പ്രസ്ഥാനമാണ്. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ എതിർവശത്ത് നിൽക്കുന്ന ഒരു നേതാക്കൾക്കും പ്രാധാന്യമോ പരിഗണനയോ ഉണ്ടാകില്ല എന്നുള്ളത്, അത് എത്രത്തോളം വാസ്തവമാണ്? എല്ലാ പ്രസിഡന്റുമാർക്കും എതിരായിട്ട് ഉയരുന്ന ഒരു ഭാഗമാണ്. അതിപ്പോൾ കെ സുരേന്ദ്രനായിട്ട് മാത്രമല്ല, എല്ലാ പ്രസിഡന്റുമാർക്കും എതിരായിട്ട് ഏറിയും കുറഞ്ഞും ഈ ആക്ഷേപം വരാറുണ്ട്. കാരണം പലപ്പോഴും തീരുമാനങ്ങൾ കൂട്ടായിട്ട് ചർച്ച ചെയ്തിട്ടാണെങ്കിലും തീരുമാനം പുറത്തു വരിക ഒരു വ്യക്തിയിലൂടെയാണ്, അത് പാർട്ടി പ്രസിഡന്റാണ്. BJP ഒരു പ്രസിഡന്റ് ഓറിയൻറ്റഡ് പാർട്ടിയാണ്. അപ്പോൾ പ്രസിഡൻ്റാണ് കാര്യങ്ങൾ തീരുമാനിക്കുക. പക്ഷെ അത് കൺസെപ്റ്റ് ചെയ്തിട്ടാണ്. പ്രസിഡന്റ് ഏകപക്ഷീയമായി അങ്ങനെ തീരുമാനിക്കാനല്ല, പക്ഷെ പുറത്തു വരുന്നത് പ്രസിഡന്റ് തീരുമാനമായിട്ട് വരും. അതിനോട് ആൾക്കാർ യോജിപ്പും വിയോജിപ്പുണ്ടാകും. വിയോജിപ്പുള്ള ആളുകൾ അത് പ്രസിഡന്റ് തീരുമാനമായിട്ട് വ്യാഖ്യാനിക്കപ്പെടും. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ എല്ലാ കാലത്തും BJPയിൽ എല്ലാ കാലത്തും എല്ലാവരും പ്രസിഡൻ്റായ സമയത്തും ഇതുണ്ടായിട്ടുണ്ട്. അത് പക്ഷെ പാർട്ടിക്കകത്ത് പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യങ്ങളെക്കുറിച്ചെല്ലാം അറിയാം.
ഏതെങ്കിലും, കാരണം ബി ജെ പി എന്നുള്ളത് ഒരു ഒറ്റപ്പെട്ട പാർട്ടിയല്ല. അങ്ങനെ ഈ പാർട്ടിക്കകത്ത് ഒരു വ്യക്തിക്ക് മാത്രമായിട്ട് തീരുമാനമെടുക്കാൻ സാധിക്കില്ല. ആരെങ്കിലും തീരുമാനമെടുക്കാൻ പുറപ്പെട്ടാൽ പോലും അതിനെ കറക്റ്റ് ചെയ്യാനുള്ള ഒരു സംവിധാനം ഇതിനകത്തുണ്ട്. കാരണം ബി ജെ പി അതൊരു ദേശീയ പാർട്ടിയാണ്. ഒരു സംസ്ഥാന ഘടകവും സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന പാർട്ടിയല്ല ബി ജെ പി. ബി ജെ പിയുടെ ഒരു സംസ്ഥാന ഘടകത്തിനോ ഒരു സംസ്ഥാന അധ്യക്ഷനോ അദ്ദേഹത്തിന് തോന്നുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ വേണ്ടി സാധിക്കില്ല. കാരണം അത് ശ്രദ്ധിക്കാൻ പാർട്ടിയുടെ സംഘടനാ സംവിധാനമുണ്ട്, ദേശീയ നേതൃത്വമുണ്ട്, പ്രഭാരിമാരുണ്ട്. ഇതെല്ലാം ഓഡിറ്റ് ചെയ്യപ്പെടുന്നതാണ്. പിന്നെ ഇനി ആശയപരമായിട്ടാണെങ്കിൽ സ്വാഭാവികമായിട്ടും RSSുമായിട്ട് ബന്ധമുള്ള ആൾക്കാരുണ്ട്, സംഘടനാ സെക്രട്ടറിമാരുണ്ട്. ഇവരൊക്കെ ഈ കാര്യങ്ങളൊക്കെ മോണിറ്റർ ചെയ്യുന്നതും ഓഡിറ്റ് ചെയ്യപ്പെടുന്നതൊക്കെയാണ്. പക്ഷേ നമ്മൾ നോക്കുകയാണെങ്കിൽ മറ്റൊരു രാഷ്ട്രീയ പാർട്ടി, ഇപ്പം മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നൊക്കെ വിഭിന്നമായിട്ട് ഒരു ദയനീയ തോൽവിയിലേക്ക് അല്ലെങ്കിൽ ഒരു പ്രതീക്ഷിത വിജയത്തിൽ നിന്ന് ഒരു അട്ടിമറി അല്ലെങ്കിൽ ഒരു പരാജയം നേരിടുന്ന ഘട്ടത്തിലൊക്കെ ഇപ്പം ഓർഗനൈസിംഗ് സെക്രട്ടറി സ്വഭാവത്തിൽ നിന്ന് ഇതിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ചുമതലയിലേക്ക് വന്ന് RSS തന്നെ നിയോഗിച്ചു എന്ന് പറയുന്ന കുമ്മനം രാജശേഖരനെ പിന്നീട് നമ്മൾ നാഗാലാൻഡ് ഗവർണറായിട്ടാണ് കാണുന്നത്. ഇതേപോലെ തന്നെ ശ്രീധരൻ പിള്ളയെ ഗവർണർ സ്ഥാനത്തേക്ക് പോകുന്നുണ്ട്. അതായത് ഇതിൻ്റെ ഒരു കൈൻഡ് ഓഫ് പണിഷ്മെൻറ്റ് ട്രാൻസ്ഫർ എന്നൊക്കെ പരിഹസിക്കുന്ന തരത്തിൽ ഈ പറഞ്ഞ പാർട്ടിയെ ദുർബലപ്പെടുത്തിയോ അല്ലെങ്കിൽ ഒരു നിർണായക വിജയത്തിന് അടുത്തെത്തിയിട്ടും പാർട്ടിക്ക് ആ വിജയം സമ്മാനിക്കാൻ പോകാത്ത ഒരു സംസ്ഥാന പ്രസിഡന്റിനെ ഒരു പക്ഷേ പിന്നീട് നമ്മൾ ഈ പറയുന്ന ഒരു തരം നാടുകടത്തലിലാണ് കണ്ടിട്ടുള്ളത്. അത് ഗവർണർ പദവി എന്നുള്ള രീതിയിൽ ഇകഴ്ത്തുകയല്ല, പക്ഷേ വേറെ രീതിയിൽ സംഘടനാ സംവിധാനത്തിൽ നിന്ന് മാറ്റി നിർത്തുകയാണ് ചെയ്യുന്നത്. അദ്ദേഹം അതുവരെ ചെയ്ത സംഘടനാ സംവിധാനത്തിൽ നിന്ന് മാറ്റി നിർത്തുകയാണല്ലോ. ഇപ്പം ഇപ്പോൾ പോലും ഒരു ഇതായിട്ട് ട്രോളൊക്കെ ആയിട്ട് സുരേന്ദ്രൻ ഇനി അടുത്ത ഗവർണറായിട്ട് പോവാണോ എന്ന് തോന്നുന്ന ഘട്ടമാണല്ലോ ഈ പാലക്കാട് കഴിഞ്ഞപ്പോൾ വരുന്നത്. അല്ല, അത് പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വമാണല്ലോ. പണിഷ്മെൻ്റ് ആണെങ്കിൽ എന്തിനാണ് അവരെ ഗവർണർമാരാക്കുന്നത്? പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വമാണല്ലോ ചെയ്യുന്നത്. പണിഷ്മെൻ്റ് ആണെങ്കിൽ അവർക്കൊരു ചുമതല കൊടുക്കാതിരുന്നാൽ പോലെ. ഇതാരും ചോദിക്കാനാണ്? ബി ജെ പിയിൽ ഒരു പ്രസിഡൻ്റ് ആയിരിക്കുന്ന ഒരാൾ പാർട്ടി കേന്ദ്ര നേതൃത്വം തീരുമാനിക്കുകയാണ്, ഇനി അയാൾക്ക് ചുമതലയൊന്നും വേണ്ട. അങ്ങനെ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആര് ചോദ്യം ചെയ്യാനാണ്? പാർട്ടി തീരുമാനിച്ചാൽ. അപ്പോൾ ഒരാൾ ഇപ്പോൾ സംസ്ഥാന പ്രസിഡൻ്റായിട്ടുള്ള ഒരാളെ ഒരു വലിയ മറ്റൊരു പദവിയിലേക്ക് മാറ്റുമ്പോൾ പാർട്ടി കേന്ദ്ര നേതൃത്വം അത് പണിഷ്മെൻ്റ് ആയിട്ടില്ല, അവർക്ക് അംഗീകാരമായിട്ടാണ്. അവർ പ്രസിഡന്റ് സ്ഥാനത്ത് മാറേണ്ട ചില സാഹചര്യങ്ങളുണ്ടാകാം. പക്ഷേ അത് ഡിസിഷൻ എടുക്കുന്ന മൊമെന്റ് പ്രശ്നമാണല്ലോ, ഒരു പരാജയത്തിന് പിന്നാലെയാണല്ലോ ഈ. കുമ്മനം രാജശേഖരൻ ഗവർണറായത് ഒരു പരാജയത്തിൻ്റെ പിന്നാലെയല്ലല്ലോ. കുമ്മനം രാജശേഖരൻ ഗവർണറാവുന്നത് 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP വലിയ വിജയം കൈവരിച്ചു. ഞങ്ങൾക്ക് ആദ്യമായി നിയമസഭയിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ അവസരം കിട്ടി. അങ്ങനെ BJPയുടെ ഒരു ഗ്രാഫ് ഏറ്റവും വർദ്ധിച്ച സന്ദർഭത്തിലാണ് കുമ്മനം രാജശേഖരൻ ഗവർണറായിട്ട് പാർട്ടി നിശ്ചയിക്കുന്നത്. ഒരു പരാജയത്തിൻ്റെ ഘട്ടത്തിലല്ല. 2019 പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ BJP കേരളത്തിൽ നല്ല വോട്ടിംഗ് പെർസെൻറ്റേജ് വർദ്ധിപ്പിച്ചതിന് ശേഷമുള്ള ഒരു സന്ദർഭത്തിലാണ് ശ്രീധരൻപിള്ള ഗവർണറാകുന്നത്. ഇതാരും പാർട്ടിക്ക് തിരിച്ചടി കിട്ടുന്ന സന്ദർഭത്തിലല്ല. പാർട്ടിക്ക് നേരത്തെയും പ്രസിഡന്റുമാരുണ്ടായിട്ടുണ്ട്. അപ്പോൾ പാർട്ടി സെറ്റ് ബാക്കുള്ള സന്ദർഭത്തിൽ പ്രസിഡന്റുമാരായിട്ടുള്ളത് അവർക്കാർക്കും അങ്ങനെ അവസരം ഉണ്ടായിട്ടില്ലല്ലോ. അപ്പോൾ വ്യക്തികൾക്ക് കൊടുക്കുന്ന അംഗീകാരമാണ്. ചില വ്യക്തികൾ കുറച്ചുകൂടി വലിയ ചുമതലയിലേക്ക് വരണം എന്ന് പാർട്ടി ആഗ്രഹിക്കുന്നുണ്ട്. ചില ആൾക്കാർ മന്ത്രിമാരാകും, ചില ആൾക്കാർ ഗവർണർമാരാകും, ചില ആൾക്കാർ കേന്ദ്ര ഭാരവാഹികളാകും. ഇവിടെ എല്ലാ മുൻ പ്രസിഡന്റുമാരും അങ്ങനെ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ശ്രീധരൻപിള്ള സാർ ഗവർണറായിട്ടുണ്ടെങ്കിൽ തൊട്ട് മുമ്പുള്ള കുമ്മൻ അദ്ദേഹം ഗവർണറായി, അതിനു മുമ്പുള്ള മുരളിയേട്ടൻ കേന്ദ്രമന്ത്രിയായി, അതിന് തൊട്ട് മുമ്പുള്ള കൃഷ്ണദാസ് നാഷണൽ സെക്രട്ടറിയായി. അപ്പോൾ BJPയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റുമാരൊക്കെ ഇങ്ങനെ പലതരത്തിൽ പരിഗണിക്കപ്പെട്ടിട്ടുള്ളവരാണ്. ആ പരിഗണന പാർട്ടി കേന്ദ്ര നേതൃത്വം നിശ്ചയിക്കുന്നതാണ്. കേന്ദ്ര നേതൃത്വം കേരളത്തെക്കുറിച്ച് നല്ല കൺസേൺ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അവർക്കുണ്ട്. കാരണം ഇതുപോലെ തുടർച്ചയായി പരാജയം ഏറ്റുവാങ്ങിയിട്ടും സംഘടനാ സംവിധാനവുമായി മുമ്പോട്ട് പോകുന്ന മറ്റൊരു യൂണിറ്റും ഇന്ത്യയിൽ BJPക്കില്ല, കേരളം പോലെ. നിങ്ങൾ നോക്ക്, BJP 1980 കേരളത്തിലുണ്ടായതിനു ശേഷം ഞങ്ങൾക്കൊരു MLA ഉണ്ടായത് 2016 എന്ന് പറഞ്ഞാൽ ദീർഘമായിട്ടുള്ള 10-26 വർഷക്കാലം കാത്തിരുന്നിട്ടാണ് ഞങ്ങൾക്കൊരു MLA ഉള്ളത്. അതിനിടയിൽ എത്രയോ തിരിച്ചടികൾ, എത്രയോ ആരോപണങ്ങൾ ഒക്കെ ഞങ്ങൾക്കെതിരായിട്ടുണ്ട്. അവിടെ എവിടെയും ഞങ്ങൾ പുറകോട്ട് പോയിട്ടില്ലല്ലോ. ഓരോ തിരഞ്ഞെടുപ്പും ഞങ്ങൾക്ക് ഓരോ പരീക്ഷണങ്ങളാണ്. BJP ഇപ്പോൾ ഇത്രയും വർഷം കാത്തിരുന്നിട്ടാണ് ഒരാൾ MP ആയത്. ഞങ്ങൾ ജയിക്കില്ല എന്ന് അറിയുന്ന സന്ദർഭത്തിൽ പോലും ഞങ്ങളുടെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലോ പ്രചരണത്തിലോ എവിടെയെങ്കിലും വീഴ്ച ആർക്കെങ്കിലും ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും. വിജയിക്കുന്നവരെ പോലെ തന്നെ വിജയിക്കുന്ന മുന്നണി 3 പ്രാവശ്യം വീടുകളിൽ പോകുമ്പോൾ ഞങ്ങൾ 3 പ്രാവശ്യം വീടുകളിൽ പോകും. വിജയിക്കുന്ന മുന്നണി വലിയ 2-3 റാലികൾ നടത്തുമ്പോൾ ഞങ്ങൾ 2-3 റാലികൾ നടത്തും. ഒരിടയും ഞങ്ങൾ വിട്ടുവീഴ്ച ചെയ്യാറില്ല.
കാരണം പാർട്ടി പ്രവർത്തകന്മാർ വിജയിക്കുന്നു പരാജയപ്പെടുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തി കൊണ്ടാണ്. ഞങ്ങൾ കേരളത്തിലെ ഒരു പാർട്ടി പ്രവർത്തകന്മാരും പെയ്ഡല്ല, പാർട്ടിയുടെ ഒരു നേതാക്കന്മാരും പെയ്ഡല്ല. പാർട്ടിയുടെ പ്രവർത്തകന്മാരെല്ലാവരും അവരധ്വാനിച്ച പണം കൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരാണ്. ഇപ്പോൾ തിരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ ചെറിയ എന്തെങ്കിലും സഹായം കൊടുത്തേക്കാം, അതും പാർട്ടി ഘടകത്തിനാണ് സഹായം. ഇപ്പോൾ നിങ്ങളൊന്ന് പരിശോധിച്ചാൽ മതി, തിരഞ്ഞെടുപ്പ് വരുമ്പോൾ UDFൻ്റെയും LDFൻ്റെയും CPMൻ്റെയും കോൺഗ്രസിൻ്റെയും പ്രവർത്തകന്മാർ അവർക്കെല്ലാവർക്കും സാമ്പത്തിക സഹായം കൊടുക്കും. BJP ഒരു ഘട്ടത്തിലും പാർട്ടി പ്രവർത്തകന്മാർക്ക് ഒരു സാമ്പത്തിക സഹായം കൊടുക്കാറില്ല. പാർട്ടിയുടെ ഘടകങ്ങൾക്ക് അവിടെ ചെലവിന് കൊടുക്കുകയും, പക്ഷേ പാർട്ടിയുടെ ഇൻഡിവിജ്വലായിട്ട് ഒരു പ്രവർത്തകനും ഒരു പൈസയും പാർട്ടി കൊടുക്കാറില്ല. ഈ പറഞ്ഞതിൽ ചേർത്ത് പറയണം, ഇപ്പോൾ ഇങ്ങനെ നിസ്വാർത്ഥമായി പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ പരാജയങ്ങൾ ഒരു തരത്തിലും വേദനയാക്കി മാറ്റാതെ വീണ്ടും അതേ ആത്മവിശ്വാസത്തോടെ പ്രവർത്തിക്കുന്ന പ്രവർത്തകരാണെന്നും അത്തരം പ്രാദേശിക നേതാക്കളൊക്കെ ഉണ്ടാകുമ്പോഴും ഒരു 2 പാർട്ടി മറികടന്ന് പെട്ടെന്ന് വരുന്ന ഒരു AP അബ്ദുള്ളക്കുട്ടി ദേശീയ ഉപാധ്യക്ഷനാവുന്ന, അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് നിന്ന് ഒരു ബ്യൂറോക്രാറ്റ് എന്നുള്ള രീതിയിൽ റിട്ടയർഡായിട്ട് വരുന്നതോ മറ്റേതെങ്കിലും പൊതുസമൂഹത്തിലുള്ള ഒരാളോ വരുമ്പോൾ പെട്ടെന്ന് തന്നെ ദേശീയ പദവി, നമ്മളൊരു 10-40 വർഷം പ്രവർത്തിച്ച ഒരാൾക്കൊക്കെ കിട്ടിയേക്കാവുന്ന ഒരു പദവിയിലേക്കാണ് BJP കൈപിടിക്കുന്നത്. ശരിക്കത് പ്രവർത്തകർക്കിടയിൽ ഒരു 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 മനോവീര്യം കെടുത്തുന്ന നിലയിലേക്ക് എത്തിയിട്ടുണ്ടോ ഏതെങ്കിലും ഘട്ടത്തിലും? അതിനെ ഏതെങ്കിലും തരത്തിൽ വിലയിരുത്തിയിട്ടുണ്ടോ? ഇല്ല, അത് ഓരോ സാഹചര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ചില ആളുകൾ നമ്മുടെ കൂടെ വരുമ്പോൾ അവർക്ക് ചില പോസ്റ്റുകൾ കൊടുക്കുന്നത് പാർട്ടിയുടെ പൊതുവായിട്ടുള്ള ഗുണത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ AP അബ്ദുള്ളക്കുട്ടി വന്നു. AP അബ്ദുള്ളക്കുട്ടി വന്നപ്പോൾ ഞങ്ങൾ അദ്ദേഹം കേരളത്തെ പരിഗണിച്ചു. പക്ഷേ AP അബ്ദുള്ളക്കുട്ടിയെ പോലെയുള്ള ഒരു മുസ്ലിം ഫേസ് BJPയിലേക്ക് വരുമ്പോൾ ദേശീയ തലത്തിൽ അദ്ദേഹത്തിനൊരു സ്ഥാനം കൊടുക്കണം. പാർട്ടി കേന്ദ്ര നേതൃത്വ തീരുമാനമാണ്, ഞങ്ങളല്ലല്ലോ ചെയ്തിട്ടുള്ളത്, കേന്ദ്ര നേതൃത്വത്തിൻ്റെ തീരുമാനമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പോസ്റ്റ് കൊടുത്തു. ഞങ്ങൾക്കതിലിപ്പോൾ യാതൊരു പ്രയാസമില്ല. അപ്പോൾ പുതിയ ആളുകൾ വരുമ്പോൾ പുതിയ ആളുകൾ എല്ലാ കാലത്തും BJPയെ അക്കോമഡേറ്റ് ചെയ്തിട്ടുണ്ട്. അവരുടെ വലിപ്പവും, കാരണം അവർക്ക് BJP ഒരു പുതിയൊരാൾ BJPയിലേക്ക് വരുമ്പോൾ അവർ പ്രവർത്തിക്കുന്ന ഫീൽഡിൽ വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉണ്ട്. അല്ലാതെ പുതിയൊരാളെങ്കിൽ വരികയില്ലല്ലോ. അവരേതെങ്കിലും ഫീൽഡ്, ഒന്നുകിൽ അവർ മറ്റു രാഷ്ട്രീയ പാർട്ടിയിലായിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും മേഖലയിലേക്കാം. ആ മേഖലയിൽ വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ BJPയിലേക്ക് വരുമ്പോൾ നമുക്ക് അവരോട് നിങ്ങൾ ബൂത്ത് തലത്തിൽ പ്രവർത്തിച്ച് വരണം എന്ന് പറയാൻ പറ്റില്ലല്ലോ. കാരണം അവർക്ക് പൊളിറ്റിക്കൽ എക്സ്പീരിയൻസേ കുറവുള്ളൂ, ബാക്കി ഒരുപാട് എക്സ്പീരിയൻസുകളുണ്ട്. ആ എക്സ്പീരിയൻസ് നമ്മൾ പ്രയോജനപ്പെടുത്തും. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് നമുക്ക് പെട്ടെന്നൊരു അതിശയോക്തി തോന്നുന്ന പദവിയാണല്ലോ നാഷണൽ വൈസ് പ്രസിഡന്റ് എന്നൊക്കെ പറയുമ്പോൾ. അങ്ങനെ ധാരാളം ഉണ്ട്. അവരൊക്കെ നന്നായി പെർഫോം ചെയ്തു. ഉദാഹരണമായിട്ട് നമ്മുടെ വാജ്പേയി സർക്കാരിൽ ധനകാര്യമന്ത്രിയായ നിശ്വന്ത് സിൻഹ, ഇന്ത്യ കണ്ട ഏറ്റവും നല്ല ധനകാര്യമന്ത്രിമാരല്ലായിരുന്നു. അയാൾ IFS കഴിഞ്ഞ് നേരെ വന്നാണ്. അയാൾക്ക് എന്ത് പൊളിറ്റിക്കൽ ബാക്കിംഗ് ഉള്ളതൊന്നുമില്ല ആർക്കും. കാരണം അത് ചില ആളുകൾ, ഇപ്പോൾ ഉദാഹരണം ഈ മന്ത്രിസഭയിൽ അശ്വിനി വൈഷ്ണവ് ഈ മന്ത്രിസഭയിലെ ഏറ്റവും നല്ല മന്ത്രിയാണ്. ഏറ്റവും നല്ല മന്ത്രി മാത്രമല്ല, അദ്ദേഹത്തിന് നമ്മളിപ്പോൾ മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ചുമതല അദ്ദേഹത്തിനായിരുന്നു. സത്യത്തിൽ അതിന് പൊളിറ്റിക്കൽ എക്സ്പീരിയൻസ് ഒന്നുമില്ല. പക്ഷേ പാർട്ടി മനസ്സിലാക്കി ഒരു ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലക്ക്, ഒരു IAS ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലക്ക് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ ആർട്ടിക്കുലേറ്റ് ചെയ്യാനും ആ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാനുമുള്ള അദ്ദേഹത്തിൻ്റെ കഴിവുണ്ട്. ആ കഴിവ് മനസ്സിലാക്കിയിട്ടാണ് അദ്ദേഹത്തെ ആ ചുമതല ഏൽപ്പിച്ചത്. അപ്പോൾ ഞങ്ങളുടെ കാൽക്കുലേഷൻ ഒരിക്കലും തെറ്റാറില്ല. പാർട്ടി കേന്ദ്ര നേതൃത്വം, ഒരുപക്ഷെ കേരളത്തിൽ ഞങ്ങൾക്ക് ചില എക്സ്പീരിയൻസിൻ്റെ പ്രശ്നമായി ഞങ്ങൾക്ക് തെറ്റിപ്പോയിട്ടുണ്ടാകും. പക്ഷേ പാർട്ടി കേന്ദ്ര നേതൃത്വത്തിൻ്റെ കാൽക്കുലേഷൻ ഒരിക്കലും തെറ്റാറില്ല. അത് ഇപ്പോൾ AP അബ്ദുള്ളക്കുട്ടി പാർട്ടിയുടെ നാഷണൽ വൈസ് പ്രസിഡൻ്റ് ആയതുകൊണ്ട് കേരളത്തിന് എന്ത് ഗുണമെന്ന് ചോദിക്കുന്നവരുണ്ടാകും. പക്ഷേ കേരളത്തിന് ഗുണമെന്ന് നോക്കണ്ട, ഉത്തർപ്രദേശിൽ ഗുണമുണ്ടായിട്ടുണ്ട്, ഉണ്ട്, മറ്റ് സംസ്ഥാനങ്ങൾക്കുണ്ട്. കാരണം നിങ്ങൾ ഇപ്രാവശ്യം നോക്കിയാൽ മതി, ഏത് തലത്തിൽ അവിടുത്തെ, കാരണം മുസ്ലിം കമ്മ്യൂണിറ്റിയിലേക്ക് ഞങ്ങൾക്കൊരു റീച്ച് വേണം. ഞങ്ങൾ ഒരു മുസ്ലിം വിരുദ്ധരാണ് എന്ന് പറഞ്ഞെടുക്കുകയല്ലേ. അപ്പോൾ മുസ്ലിം കമ്മ്യൂണിറ്റിയിലേക്ക് ചില റീച്ചുകൾ കൊടുക്കാൻ പറ്റുന്ന ചില പ്രധാനപ്പെട്ട മുഖങ്ങൾ, ഉദാഹരണമായിട്ട് അബ്ദുള്ളക്കുട്ടി BJPയിലേക്ക് വരുന്നത് നരേന്ദ്രമോദിയുടെ കോൺഗ്രസ്സിനകത്ത് നിന്നുകൊണ്ട് CPMനകത്തു നിന്നുകൊണ്ടും നരേന്ദ്രമോദിയുടെ വികസന അജണ്ടയെക്കൊണ്ട് താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ടാണ്, മറ്റെന്തെങ്കിലും രാഷ്ട്രീയത്തിൻ്റെ പേരില്ല. അദ്ദേഹം CPMൽ നിന്ന് പുറത്താക്കുന്നത് പ്രോ മോഡി നിലപാടിൻ്റെ പേരാണ്, അദ്ദേഹം കോൺഗ്രസ് നിന്ന് പുറത്താക്കുന്നത് പ്രോ മോഡി നിലപാടിൻ്റെ പേരിലാണ്. അങ്ങനെയുള്ള ഒരാൾ, ഒരു MP ആയിട്ടുള്ള MLA ആയിട്ടുള്ള ഒരാൾ, അങ്ങനെയുള്ള ഒരാൾ നരേന്ദ്രമോദിയുടെ വികസന താല്പര്യത്തിൻ്റെ പേരിൽ പുറത്താക്കപ്പെടുമ്പോൾ അദ്ദേഹത്തെ BJP സ്വീകരിക്കും, അദ്ദേഹത്തിന് പൈസ കൊടുക്കും. അതുകൊണ്ട് കേരളത്തിന് വെളിയിലുള്ള മുസ്ലിം കമ്മ്യൂണിറ്റിയിലേക്കുള്ള ഞങ്ങൾക്കൊരു പാലമായിട്ട് മാറ്റാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടാകും. ഇപ്പോൾ അൽഫോൺസ് കണ്ണന്താനത്തിനെ കേരളത്തിൽ കേന്ദ്രത്തിൽ BJP മന്ത്രിയാക്കി.
ഞങ്ങൾക്ക് നോർത്ത് ഈസ്റ്റിലേക്കുള്ള നല്ലൊരു ഒരു ഒരു പാലമായിരുന്നു അൽഫോൺസ് കണ്ണന്താനം. പക്ഷേ കേരളത്തിൽ വേണ്ടത്ര പ്രയോജനം കിട്ടിയിട്ടില്ലായിരിക്കാം. പക്ഷേ പാർട്ടി കേന്ദ്ര നേതൃത്വം നോക്കുന്നത് കേരളത്തിന് പ്രയോജനം ഉണ്ടെന്നുള്ളതല്ല, കേരളത്തിലെ ചില ആളുകളെ കൊണ്ട് ഇന്ത്യയിലെ മറ്റു പ്രദേശങ്ങളിൽ എന്താണ് പ്രയോജനം, അങ്ങനെ ചിന്തിക്കുന്നുണ്ട് അഭിപ്രായം. ഇപ്പം അനിൽ ആൻ്റണി വന്ന സമയത്ത് അനിൽ ആൻ്റണിക്ക് ചുമതല കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ ഒരു പ്രധാനപ്പെട്ട പോസ്റ്റിലേക്ക് ഇരുത്തിയതുകൊണ്ട് BJPക്ക് പൊളിറ്റിക്കലായിട്ട് വലിയ പ്രയോജനം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഞങ്ങൾക്ക് മനസ്സിലാക്കും. ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകന്മാർക്ക് അവരെ കൺവിൻസ് ചെയ്യിക്കാൻ ഞങ്ങൾക്ക് സാധിക്കാറുണ്ട്. ഈ അനിൽ ആൻ്റണിയൊക്കെ ഒരു വിജയിച്ച പരീക്ഷണം എന്നുള്ള നിലയ്ക്ക് തന്നെയാണ്. തീർച്ചയായിട്ടും. ഇല്ലെങ്കിൽ ഇപ്പോൾ അനിൽ ആൻ്റണി പത്തനംതിട്ട മത്സരിച്ചു, അദ്ദേഹം പരാജയപ്പെട്ടു. പക്ഷേ അദ്ദേഹത്തിന് 2 പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളുടെ പ്രഭാരിയാക്കി ഞങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ BJP റിസൾട്ടില്ലാതെ പരീക്ഷിക്കപ്പെടും? ഒരു റിസൾട്ടില്ലാതൊരു പരീക്ഷണം നടത്തുന്ന പാർട്ടിയല്ല BJP. ഞങ്ങളുടെ പരീക്ഷണങ്ങൾക്ക് റിസൾട്ടില്ല എന്ന് ഞങ്ങൾക്ക് ബോധ്യമായാൽ ആ പരീക്ഷണം ഏറ്റവും അടുത്ത മൊമെൻറ്റിൽ അവസാനിപ്പിക്കുന്ന പാർട്ടി BJP. ആ പരീക്ഷ മുമ്പോട്ട് പോകില്ല. അനിൽ ആൻ്റണി വടക്ക് കിഴക്കൻ പ്രദേശത്തെ നമ്മുടെ 2 പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളുടെ പ്രഭാരിയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം അതിൽ BJP രാഷ്ട്രീയത്തിൽ അനിൽ ആൻ്റണിക്ക് സംഭാവനകൾ ചെയ്യാൻ സാധിക്കും, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ സംഭാവന ചെയ്യാൻ സാധിക്കുമെന്നുള്ളത് കൊണ്ടാണ്. ഇല്ലെങ്കിൽ ഞങ്ങളത് ചെയ്യില്ലല്ലോ. അപ്പോൾ അത് അങ്ങനെ പല കാര്യങ്ങളും ആലോചിച്ചിട്ട് പരിഗണിച്ചുകൊണ്ടാണ് ഓരോ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. പെട്ടെന്ന് നമുക്കൊരു വിഷമം തോന്നിയേക്കാം, സ്വാഭാവികമാണ്. ഇന്നലെ വരെ നമ്മുടെ മുഖ്യധാരയില്ലാത്ത ഒരാൾ പെട്ടെന്ന് വന്ന് നമ്മൾ സുപ്രധാന പദവി അത് പക്ഷേ ഈ പാർട്ടിയിൽ അത് അങ്ങ് ഡൈജസ്റ്റിംഗ് ആവും. കാരണം കുറച്ച് കാലം കഴിയുമ്പോൾ ആ ഫീലിംഗ് ഞങ്ങൾക്കുണ്ടാവില്ല. കാരണം ഇതിലങ്ങ് മിങ്കിളായിട്ട് അങ്ങ് പോകും. പാർട്ടി നേതൃത്വം എപ്പോഴും ഇത്തരം കാര്യങ്ങളിൽ വളരെ ദീർഘദൃഷ്ടിയോടുകൂടി കാര്യങ്ങൾ ആലോചിച്ച് ചെയ്യുന്ന പാർട്ടിയാണ് BJP. അത് ആത്യന്തികമായി BJP രാഷ്ട്രീയത്തിന് പ്രയോജനം കിട്ടണം എന്നുള്ള തീരുമാനങ്ങളാണ് ഞങ്ങൾ സാധാരണ എടുക്കാറുള്ളത്. പ്രൈം മിനിസ്റ്റർ 2-3 പ്രോഗ്രാം നടത്തി, അമിത്ഷാജിയുടെ പ്രോഗ്രാം നടത്തി. അങ്ങനെ പാർട്ടി മിഷനറി ടൈറ്റനായിരുന്നു. 1 വർഷം തൃശ്ശൂരിലെ പ്രവർത്തകന്മാർക്ക് വിശ്രമിക്കാൻ അവസരം ഞങ്ങൾ കൊടുത്തിട്ടില്ല. കാരണം ജയിക്കണം എന്നുള്ളതൊരു വാശിയായിരുന്നു. ആ വാശി പാർട്ടിയുടെ സാധാരണ പ്രവർത്തകന്മാർക്ക് വന്നപ്പോൾ പിന്നെ അവരെല്ലാം മറന്ന് രംഗത്തിറങ്ങി. അപ്പോൾ അതും കൂടി കൂട്ടിയിട്ടാണ് സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വവും തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ 1 വർഷത്തോളം ഞങ്ങൾ നടത്തിയിട്ടുള്ള സംഘടനാപരമായിട്ടുള്ള തയ്യാറെടുപ്പിൻ്റെയും ഭാഗമായിട്ടാണ് ഞങ്ങൾ ജയിച്ചിട്ടുള്ളത്.